അപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം തണുപ്പിക്കാനാണ് നോക്കണേ. അപ്പോഴും പറഞ്ഞത് അദ്ദേഹം ഒരു പ്രായമുള്ള ആളല്ലേ, അത് നിനക്ക് ക്ഷമിച്ചുകൂടായിരുന്നോ. ഇത് കൂടെ കേട്ടപ്പോൾ ഇവിടെ നിന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഡോസ് അത്ര ചെറുതല്ലാത്ത ഡോസായിരുന്നു എന്ന്. അവന് ഈ ഒരു 16 വയസ്സുകാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഷോക്കല്ല ഇവിടുന്ന് കൊടുത്തു വിട്ടത്. അവന് വേറെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ അവൻ. അപ്പോൾ പറഞ്ഞത് നിങ്ങളും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? കാര്യം നമ്മുടെ മക്കളെ നേരായ വഴിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പറയുന്നത്. കാര്യം അവൻ ചെയ്തത് ശരിയാണെങ്കിൽ പോലും നീ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. കാര്യം അവൻ വേറൊരു ഫോൾട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നോ, എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനുള്ളത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഈ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉള്ളത് ഞാനുള്ളത് കൊണ്ടാണല്ലോ, ഞാനങ്ങ് തീർന്നു തരാം. പക്ഷേ നമ്മളൊക്കെ എടുത്തത് അതൊരു കോമൺ ടോക്കായിട്ടാണ്. സാധാരണ ഞങ്ങളുടെ വീടുകളിലും പറയാറുണ്ട്, നമ്മളും പറയാറുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമമുണ്ടെന്ന്, കാര്യം ഇത്രത്തോളം ഹരാസ് ചെയ്യപ്പെട്ടിരുന്നു അവനിവിടെ, ഇത്രത്തോളം അവനെ എന്ത് ചെയ്തിരുന്നു. പ്രിൻസിപ്പളിനെ ഞാൻ കണ്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതാ പറഞ്ഞ ആ സമയത്ത് ഏകദേശം 12:30 മണിയായിട്ട് 12 മണി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. 12 മണി കഴിയുന്ന സമയത്താണ് ഇങ്ങനെ അവൻ എന്ത് ചെയ്യുന്നത്, ദേഷ്യപ്പെട്ട് അവനും സംസാരിക്കുന്നത്. എല്ലാവരും എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്, ഞാനൊന്നും ചെയ്തതല്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും, സാധാരണ അങ്ങനെ പുറത്തിറങ്ങിയാലും അടുത്തൊരു ആൽമരമുണ്ട്, ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ അവിടെ പോയി ഇരിക്കാറ പതിവ്. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വരും. അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. പോലീസിൽ പരാതി കൊടുത്തത് ഏകദേശം ഒരു 3 മണി കഴിയുമെന്ന് തോന്നുന്നു. ഞാനത് കറക്റ്റ് നോക്കി പറയണം. എന്നാലേ കാര്യമെന്ന് വെച്ചാൽ എന്നെ ഏകദേശം 2 മണിയോടുകൂടെയാണ് എൻ്റെ സഹോദരിമാർ വിളിച്ചു പറയുന്നത്, ഇങ്ങനെ മോനെ കാണാനില്ല. ഞാൻ വട്ടപ്പാറയാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടി അവിടെ നിന്ന് വേഗത്തിലൂടെ വന്ന് ഞങ്ങൾ മാക്സിമം അതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരിയും എൻ്റെ ഒരു അയൽവാസിയും ഒക്കെ ആയിട്ട് അവർ അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു ഇവനെ. എന്താ ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അവരെല്ലായിടും പരിശോധിച്ചു, പക്ഷേ അവർ സ്കൂളിൽ വന്നില്ല. കാര്യം ഈ രാത്രി ഇതിനകത്തേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ള വേറൊരു പ്രശ്നം ഉണ്ടാകും, എല്ലാം പൂട്ടിയിരിക്കുന്ന ഇതാണല്ലോ. അങ്ങനെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു, അവർ വന്നു. അവരെല്ലാവരും ഞങ്ങൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷേ അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാവിലെ ഒന്നുകിൽ വന്നേക്കാം, വന്നില്ല എങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. വീണ്ടും ഞങ്ങൾക്ക് ഒരു സമാധാനം, ഞങ്ങൾ അവിടെയൊക്കെ അന്വേഷിക്കാനും വിളിക്കാനും ഒക്കെ പറ്റുന്നിടത്തൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഓർത്ത് ചിലപ്പോൾ സ്കൂളിൽ വന്നിരിക്കാം, അവൻ്റെ വിഷമം സ്കൂളിൽ നിന്നാണല്ലോ, സ്കൂളിൽ വന്നിരിക്കാം, അവൻ ഏതെങ്കിലും ക്ലാസ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാകാം. അല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ നമുക്കില്ല. അത്രയും മാക്സിമം നമുക്ക് പറ്റുള്ളൂ. അവൻ ഉറങ്ങുന്നുണ്ടാകാം. ഞാനിവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുവഴി വന്നപ്പോഴത്തേക്കും ഗേറ്റ് പൂട്ടിയേക്കാം. ഇതൊരു റൗണ്ട് അടിച്ചിട്ടാണ് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ആ ഗേറ്റിൻ്റെ ഒരു പൂട്ടിയിട്ടില്ല, അതിൻ്റെ കൊണ്ടി മാത്രമേ ഇട്ടുള്ളൂ. അതുവഴി ഞാൻ തുറന്ന് കയറി ഞാൻ ഈ ഹാളിൽ വന്ന് ഞാനിവിടെ നിന്ന് വിളിക്കുക, മോനെ എന്ന് വിളിക്കുക. ഇവിടെ എല്ലാവരും നോക്കിയിട്ട് കാണാനില്ല. ഞാൻ ബാക്കി ക്ലാസ് റൂമുകൾ പൂട്ടിക്കിടക്കുക, അപ്പോൾ അതിനകത്തില്ല എന്ന് എനിക്കറിയാം. ഓപ്പണായി കിടക്കുന്ന ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഞാൻ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി വിളിച്ചു, മോനെ എന്ന് വിളിച്ചു. മക്കളെ നീ എവിടാ വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു മറുപടിയില്ല. എന്നിട്ട് അതുവഴി ഞാൻ ആ ക്ലാസ് കറങ്ങി കഴിഞ്ഞിട്ട് അതുവഴി ഇങ്ങനെ ഞാൻ ആ ബിൽഡിങ്ങിലേക്ക് മോനെ എന്ന് ഉറക്കെ വിളിച്ചു വരികയാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറക്കെ വിളിച്ചു വരിക. അധികം ദൂരം എൻ്റെ മോൻ എന്നെ അലച്ചില്ല കേട്ടോ, അധിക ദൂരം എൻ്റെ മോൻ എന്നെ അലച്ചില്ല. അവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇനിയിപ്പോൾ നിങ്ങളോട് പറയണ്ടല്ലോ. ഞാൻ ഓർത്ത് ചിലപ്പോൾ അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അവൻ ഇപ്പോഴെന്തെങ്കിലും ചെയ്തതാണെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ഹോപ്പണം. ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു, മോനെ എന്ന് കുലുക്കി വിളിച്ചു. അപ്പോഴത്തേക്കും അതിനൊക്കെ എത്രയോ മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു. ക്ലർക്കിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്യും, ക്ലർക്കിനെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അയാളെ ആരാണെന്ന് പ്രിൻസിപ്പള് ഞങ്ങളോട് പറയണം. ഇപ്പോൾ ഞങ്ങളെ അറിയിക്കുകയും വേണം ആരാണെന്നും അത് എന്തുകൊണ്ട് അത്തരത്തിലൊരു നിരുത്തരവാദപരമായ പെരുമാറ്റം ഉണ്ടായെന്നും
അയാളെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെ സ്കൂളിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ തർക്കത്തിന്റെ പേരിൽ ഇന്നലത്തെ സംഭവത്തിന്റെ പേരിൽ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വരാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞിരുന്നു. അതാ പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞതല്ലേ, ഇന്നലെ രാവിലെ ആകുന്നുള്ളൂ. ഇന്ന് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ മാനസിക സംഘർഷങ്ങളോ ഒന്നും തന്നെ എൻ്റെ കുഞ്ഞിലില്ല. 16 വയസ്സുകാരന് എന്നാ സംഘർഷം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട് കൊലപ്പെടുത്തിയതാന്ന് തന്നെ ഞാൻ പറയും. കൊലപ്പെടുത്തിയതാ.